ഹലോ ഫ്രണ്ട്സ്, സിംപ്ലിഫൈഡ് ഫിസിക്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ മാഗ്നോസ്റ്റാറ്റിക്സിൻ്റെ ടോപ്പിക്സിലെ വരുന്ന ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ ബയോട്ട്-സാവർട്ട് ലോയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലം സെക്ഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ടൈമിന്റെ ഒരു ഇത് വരാൻ കാരണം കുറച്ച് സ്പീഡിലായിരിക്കും ഡിസ്കസ് വരുന്നുണ്ടാവുക പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും തന്നെ സ്വാഗതം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചിത്രത്തിൽ കാണുന്നതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് സെറ്റ് വെർട്ടിക്കലി അബവ് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ കേരിയിങ് കറണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സംഭവം ഇത്രേ ഉള്ളൂ. ഒരു കറണ്ട് കേരിയിങ് നമ്മുടെ കണ്ടക്ടർ ഉണ്ട്. അതിൽ നിന്ന് വെർട്ടിക്കലി ആയിട്ടുള്ള സെഡ് ഡിസ്റ്റൻസ് എബവ് ആയിട്ടുള്ള ഒരു പോയിന്റ് പി ഉണ്ട്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളത് ചിത്രത്തിൽ നോക്കാം. ചിത്രത്തിൽ കാണുമ്പോൾ ഒരു കറണ്ട് കേരിയിങ് കണ്ടക്ടർ ഉണ്ട്. അതിൽ കറണ്ടാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. സെഡ് ഡിസ്റ്റൻസ് അകലെ, വെർട്ടിക്കൽ ആയിട്ടുള്ള സെഡ് ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഈ കറണ്ട് കേരിയിങ് കണ്ടക്ടറിലെ ഡി എൽ എന്ന് പറയുന്ന ചെറിയ ഒരു എലമെന്റ് എടുക്കുകയാണ്. അത് ഈ സെഡ് എന്ന് പറഞ്ഞ പോയിന്റ് എടുത്ത് നിന്ന് എൽ ഡിസ്റ്റൻസ് അകലെ, ചിത്രത്തിൽ കാണുന്ന പോലെ എൽ ഡിസ്റ്റൻസ് അകലെ ഡി എൽ എന്ന് പറയുന്ന ഒരു ചെറിയ എലമെന്റ് എടുക്കുകയാണ്. അവിടെ നിന്ന് പി എന്ന പോയിന്റിലേക്ക് ഉള്ള റേഡിയൽ വെക്ടർ ആണ് ആർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബയോട്ട്-സാവർട്ട് അറിയാം. ബി ഈക്വൽ ടു μ0I/4π ഇന്റഗ്രൽ ഡി എൽ ക്രോസ് ആർ ബൈ ആർ സ്ക്വയർ എന്നുള്ളതാണ്. ഇവിടെ ഐ സ്റ്റഡി കറന്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഐ പുറത്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഡി എൽ ക്രോസ് ആർ എന്നുള്ള പോർഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം അത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഡി എൽ ആർ സൈൻ ഫൈ എന്നുള്ളതാണ് വരാം. ഫൈ എന്നറിയാൻ നമുക്ക് എടുത്തുള്ള ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ എലമെന്റ് ആൻഡ് ആർ ക്യാപ്പ് എന്നുള്ളതാണ്. അത് ഡി എൽ എലമെന്റ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന, അതായത് ഡി എൽ എലമെന്റ് ഡയറക്ഷനിൽ തന്നെ എടുക്കണം. ഇവിടെ അത് ആന്റി ക്ലോക്ക് ഡയറക്ഷനാണ് എടുത്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഡി എൽ എലമെന്റ് ഡയറക്ഷനിൽ വേണം ആംഗിൾ, ഈ പറയുന്ന ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ എടുക്കാൻ. അതിവിടെ ആന്റി ക്ലോക്ക് ഡയറക്ഷനാണ് നമ്മൾ യൂഷ്വലി എടുക്കുക. ആന്റി ക്ലോക്ക് ഡയറക്ഷനാണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം അതൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ട്രയാങ്കിളിന്റെ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്റേണൽ ആംഗിൾസ് സമ്മായിരിക്കും. അത് ചെറിയൊരു കൺവേർഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന ഫൈ എന്നുള്ളത് 90+θ ആയിരിക്കും. അപ്പോൾ പിന്നെ ഈ ക്രോസ് പ്രൊഡക്റ്റിൽ നമുക്ക് നേരിട്ട് സൈൻ കമ്പോണന്റ് ട്രിഗണോമെട്രിക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ് കമ്പോണന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വുഡ് ബി ഡി എൽ ആർ ക്യാപ്പ് ഓഫ് കോസ് തീറ്റ എന്ന് വരും. ആർ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. സോ ഡി എൽ കോസ് തീറ്റ എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ വരാം. സോ നമുക്ക് ഡി എൽ ക്രോസ് ആർ ക്യാപ്പ് എന്നുള്ളത് ഡി എൽ കോസ് തീറ്റയ്ക്ക് കൺവേർട്ട് ചെയ്യാം. ആൻഡ് നമ്മൾ ഇപ്പോൾ പർട്ടിക്കുലർലി നമുക്ക് ഈ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ തീറ്റ എന്ന് പറയുന്ന ടേംസിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇവിടെ ടാൻ തീറ്റ ഈക്വൽ ടു എൽ ബൈ സെഡ് എന്ന് പറഞ്ഞ റിലേഷനിൽ നിന്ന് എൽ ഈക്വൽ ടു സെഡ് ടാൻ തീറ്റ എന്ന റിലേഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഡി എൽ നേരിട്ട് വേണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൽ എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ് കിട്ടുക. അത് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ തീറ്റയിലെ കമ്പോണൻസുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ സെഡ് എന്ന് പറയുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് എൽ ഈക്വൽ ടു സെഡ് ടാൻ തീറ്റ എന്ന റിലേഷൻ ഉപയോഗിച്ച് ഡി എൽ കണ്ടുപിടിക്കുന്നു. അതേപോലെ കോസ് തീറ്റ ഈക്വൽ ടു സെഡ് ബൈ ആർ ആൻഡ് ആർ ഈക്വൽ ടു സെഡ് ബൈ കോസ് തീറ്റ. പിന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇക്വേഷനിൽ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് വി ഈക്വൽ ടു μ0I/4πz ഇന്റഗ്രൽ കോസ് തീറ്റ ഡി തീറ്റ എന്നുള്ളതാണ്. ഇവിടെ ഡി തീറ്റ, അതായത് തീറ്റ വേരി ചെയ്യുന്നത് നമുക്ക് ചിത്രത്തിൽ കാണുന്നത് തീറ്റ 1ഉം തീറ്റ 2ഉം തീറ്റ 2ലേക്കാണ് ഈ പറയുന്ന തീറ്റ വേരി ചെയ്യുന്നത്. അപ്പൊ എന്താണ് തീറ്റ 1? തീറ്റ 1 എന്ന് പറയുന്നത് നമ്മുടെ എടുത്ത പി എന്ന് പറഞ്ഞ പോയിന്റ് ചൂസ് ചെയ്തിട്ട് ആ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഈ കണ്ടക്ടറിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തേക്ക്, അതായത് ഇപ്പോൾ ലെഫ്റ്റ് എൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ നോക്കുന്ന ആംഗിൾ ആയിരിക്കും തീറ്റ 1. അതേപോലെ റൈറ്റ് എൻഡിലേക്ക് നോക്കുന്ന ആംഗിൾ ആയിരിക്കും തീറ്റ 2. അപ്പോൾ അതിന്റെ ഇടയിൽ കിടക്കുന്ന തീറ്റ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സ്മോൾ ലെങ്ത് എല്ല് വേരി ചെയ്യുന്നത് തീറ്റ 1 ടു തീറ്റ 2 ആണ്. അതനുസരിച്ച് ഇന്റഗ്രേഷൻ ചേഞ്ച് ചെയ്യുന്നു. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ബി ഈക്വൽ ടു μ0I/4πz സൈൻ തീറ്റ 2 മൈനസ് സൈൻ. ഈ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. കാരണം നമുക്ക് ഫർദർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് യൂസ് ചെയ്യുമ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്താണ് ചെയ്യാറുള്ളത്. കാരണം ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിന്റെ
സെഡ് ഡിസ്റ്റൻസ്, വെർട്ടിക്കലായ ഡിസ്റ്റൻസ്, സെഡ് ഡിസ്റ്റൻസ് അകലെയുള്ളൊരു പോയിന്റ് പി എന്ന് പറയുന്ന അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് നമ്മൾ പഠിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ അറ്റ് എ ഡിസ്റ്റൻസ് സെഡ് വെർട്ടിക്കലി അബവ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പോലെ സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിലാകെ ഒരു വ്യത്യാസം എന്നുള്ളത്, എടുത്ത ലോങ് വയർ ഇൻഫൈനൈറ്റ് ലോങ് വയർ ആണ്, നമുക്ക് അതിന്റെ ലെങ്ത് അറിയില്ല എന്നുള്ളതാണ് വ്യത്യാസം. സോ നമുക്ക് മുൻപത്തെ ഫൈനൈറ്റ് ആയിട്ടുള്ളതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, μ0I/4πz sin θ2 - sin θ1 എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു θ2 and θ1 എന്ന് പറയുന്നത് രണ്ട് അറ്റങ്ങളിലേക്ക് നോക്കുമ്പോൾ ആംഗിളുകളാണ് θ2 and θ1 എന്നുള്ളത്. അപ്പോ ഇവിടുത്തെ കേസിൽ നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ആയ കാരണം ആ θ1 and θ2 എന്നുള്ളത് π/2 ആംഗിളാണ് വരാം. പിന്നെ ഒരെണ്ണം പോസിറ്റീവ് നെഗറ്റീവ് ആണ്, കാരണം നമ്മളൊരു സ്കെയിൽ എടുക്കുമ്പോൾ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന പോലെ നെഗറ്റീവ് π/2 to പ്ലസ് π/2 ആണ് ആ ആംഗിൾ വരിക. അതായത് നമുക്ക് അറിയാം അത് ഒരു പാരലൽ ലൈൻസ് പോലെയാണ് വരിക, അതായത് ഇൻഫൈനൈറ്റിൽ മീറ്റ് ചെയ്യുന്ന ഒരു പാരലൽ ലൈൻസ് പോലെ വരും. അതുകൊണ്ടാണ് ആ ആംഗിള് -π/2 to പ്ലസ് π/2 ആണ് ആംഗിൾ വരിക. നമുക്ക് ഇൻഫൈനൈറ്റിലാണ് നമ്മളത് മീറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലാണ് അത് പറയുന്നത്. θ1 -π/2 and θ2 പ്ലസ് π/2. നമുക്ക് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ചിത്രത്തിൽ കാണുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് ഫൈനൽ കിട്ടുന്നത് സൈൻ π/2 1 ആണ്. ഫൈനൽ കിട്ടുന്ന ഉത്തരം μ0I/2πz എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമുക്ക് ഫൈനൽ കിട്ടുക. അതൊരു ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്, കാരണം നമുക്ക് ഫർദർ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതിലെ വീഡിയോയിലെ മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. വീഡിയോയിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, find the nature and magnitude of force acting per unit length of two infinitely long conducting wires carrying current I1 and I2 kept at a distance r between them. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് സിമ്പിൾ ആണ്. ടു ഇൻഫൈനൈറ്റ് ആയിട്ട് ലോങ് കണ്ടക്ടിങ് വയേഴ്സ് ഉണ്ട്, അതിൽ കറണ്ട് I1 and I2 ഒഴുകുന്നു. അവർ ആർ ഡിസ്റ്റൻസ് അങ്ങനെ കെപ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും നാച്ചുറാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുത്തുള്ളത് രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ്. അതാണ് പാരലൽ കണ്ടക്ടേഴ്സ് മീൻസ് രണ്ടിനും സെയിം ഡയറക്ഷൻ ആണ് കറണ്ട് പോകുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ I1 I2 എന്ന് പറഞ്ഞ കറണ്ട് പോകുന്നു. ഫസ്റ്റ് കറണ്ട് ഏരിയ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 എന്ന് പറയുന്നത് നമ്മൾ ഇൻഫൈനൈറ്റ് ആണ് കണ്ടക്ടർ എടുത്തുള്ളത്. സോ ആ B1 കണ്ടുപിടിക്കാൻ തൊട്ട് മുമ്പ് പറഞ്ഞു μ0I/2πz എന്നാണ്. ഇവിടെ സെഡിന് പകരം R എന്നുള്ളതായിരിക്കും വരാം. അത് നമ്മൾ ബയോട്ട്-സാവർട്ട് ലോ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന കണ്ടക്ടറിൽ ഫസ്റ്റ് കണ്ടക്ടറിൽ DL എലമെന്റ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ R ഡിസ്റ്റൻസ് ആകില്ല, അതായത് സെക്കൻഡ് കണ്ടക്ടറിന്റെ അവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1. അതേപോലെ തന്നെ സെക്കൻഡ് കണ്ടക്ടർ എടുക്കുന്നുണ്ട്, അതിലത്തെ DL എലമെന്റ് എടുത്തു, അതിൽ നിന്ന് R ഡിസ്റ്റൻസ് ആകില്ല ഫസ്റ്റ് കണ്ടക്ടറിനെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B2. ഓക്കെ, അതാണ് നമുക്ക് കിട്ടിയത്. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ അത് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും B1 എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആൻഡ് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും വരിക. അതേപോലെ സെക്കൻഡ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ്സ് ദ പ്ലെയിൻ ആയിരിക്കും വരാം. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇനി ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്നത് ഇന്റഗ്രൽ I/dl ക്രോസ് B എന്നുള്ളതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അത് കറക്റ്റായി. ഇപ്പോ ഫോഴ്സ് അപ്പോ dl ക്രോസ് B, അപ്പോ നമുക്കറിയാം dl/b sin θ എന്നുള്ളതാണ് വരാം. ഇവിടെ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞത് രണ്ടും പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആൻഡ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ എന്നുള്ളതാണ്. സോ അത് DL ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ പിന്നെ നമുക്കത് അതിന്റെ ക്രോസ് പ്രൊഡക്റ്റിന് സിമ്പിൾ ആണ്. അപ്പോ ഇന്റഗ്രൽ I/b/dl മാത്രമേ വരുള്ളൂ. സോ അത് കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് ഓൺ ഫസ്റ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ സെക്കൻഡ് കണ്ടക്ടർ ആദ്യം കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇന്റഗ്രൽ I/B1 dl ക്യാപ്പ് എന്നുള്ളതാണ്. അതായത് സെക്കൻഡ് കണ്ടക്ടറിന് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വഴി ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ. അവിടെ I2 എന്ന് പറയുന്നത് വെച്ചാൽ സെക്കൻഡ് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് I2, അതിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഫസ്റ്റ് കണ്ടക്ടറിന്റെ B1, പിന്നെ dl ക്യാപ്പ്.
ഇവിടെ നമ്മൾ ഫൈനലായിട്ട് വരുമ്പോൾ ഫോഴ്സ് ഇക്വേഷൻ വരുന്നത് I2 B1 ഇന്റഗ്രൽ DL N ക്യാപ്പ് എന്ന് പറയും. നമ്മളിപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നത് ഫോഴ്സ്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡിവൈഡ് ബൈ DL എലമെന്റ് കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുകയാണ്, ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ സെക്കൻഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് μ0 I1 I2 N ക്യാപ്പ് ബൈ 2πr എന്ന് കിട്ടും. അതായത് നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് B1 ഇക്വേഷൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബയോട്ട്-സാവർട്ട് ലോ പ്രകാരം B1 എന്ന് പറയുന്നത് μ0 I1 ഡിവൈഡ് ബൈ 2πr ആണ്. അത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഫോഴ്സ് F2 പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് μ0 I1 I2 N ക്യാപ്പ് ഡിവൈഡ് ബൈ 2πr എന്നുള്ള ഇക്വേഷൻ വരുന്നത്. അപ്പൊ പിന്നെ ഇതേ സിമിലർ കണ്ടീഷൻ, അതായത് ഇതേ മെത്തഡോളജി യൂസ് ചെയ്ത് നമുക്ക് സെക്കൻഡ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ കിട്ടും. അതും ഫോഴ്സ് ഫസ്റ്റ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ കിട്ടും. അതായത് F1 പെർ യൂണിറ്റ് ലെങ്ത്, അതായത് ഫോഴ്സ് F1 ഓൺ പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് അവിടെയും കിട്ടാം μ0 I1 I2 ബൈ 2πr എന്നാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഈ പറയുന്ന ഫോഴ്സ് എക്സ്പീരിയൻസ് സെക്കൻഡ് കണ്ടക്ടർ ആൻഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ഫസ്റ്റ് കണ്ടക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്ഷൻ ഉള്ളതാണ്. ഡയറക്ഷൻ നമ്മുടെ കയ്യിലുള്ളതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഡയറക്ഷൻ വരുമ്പോൾ രണ്ടും ടുവേർഡ്സ് ഡയറക്ഷൻ ആണ് വരിക, അതായത് അട്രാക്ഷൻ ആണ് വരിക. അതായത് ഈ പാരലൽ കണ്ടക്ടേഴ്സ് അട്രാക്ട് ചെയ്യുന്നുള്ളത് പറയുന്നത് സെയിം മാഗ്നറ്റിക് ഫോഴ്സ് വെച്ച് അട്രാക്ട് ചെയ്യും. അത് കാരണം എന്ന് പറയുന്നത് സെയിം പാരലൽ കണ്ടക്ടേഴ്സ് ആണ് സെയിം ഡയറക്ഷൻ കറണ്ട് പോകുന്ന കാരണം. ഇൻ കേസ് ഇപ്പൊ ഈ കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്, അതായത് ആന്റി പാരലൽ ലൈൻസുകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് റിപ്പൾഷൻ ആണ് വരിക, ചിത്രത്തിൽ കാണുന്ന പോലെ വരിക. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് നമ്മൾ അത് വെച്ചിട്ടുള്ള ഫോഴ്സിന്റെ ഇക്വേഷനും, അതായത് വയർ കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷനും അതേപോലെ തന്നെ അതിന്റെ ഫോഴ്സ് നാച്ചുറൽ ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ വീഡിയോയിലത്തെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതെന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് above the center of circular loop of radius r carrying a steady current I എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. നമ്മുടെ ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ സർക്കുലർ ലൂപ്പിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് പോകുന്നു. അവിടുന്ന് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിന്റെ ബയോട്ട്-സാവർട്ട് ലോ അപ്ലൈ ചെയ്യാണ്. നമ്മൾ ഈ സർക്കുലർ ലൂപ്പിൽ നമ്മൾ DL എലമെന്റ് എടുത്തു. DL എലമെന്റ് ചൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് കൊടുത്തു. ഇനിയിപ്പോ R എന്ന് പറയുന്നത് DL എലമെന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അത് നിങ്ങൾക്ക് നോക്കാം, ഒരു ടാൻജൻഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, അത് ശരിയായിട്ട് DL എലമെന്റ് ആ റേഡിയസ് ആയിട്ട് ഉണ്ടാക്കുന്ന, അതായത് സർക്കിൾ ലൂപ്പിന്റെ റേഡിയസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. അതാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ആ ഫൈ തന്നെയാണ് മേലെ ഈക്വൽ ആയിട്ട് വരുന്നത്. പാരലൽ ലൈൻസ് ഹൊറിസോണ്ടലായി കട്ട് ചെയ്യുന്ന ആംഗിൾ ആണ് ഇത് ഈക്വൽ ആയിട്ട് വരുന്നത്. ഇവിടെ DL നമുക്ക് മാഗ്നറ്റിക് ഇക്വേഷൻ ആണ് ബയോട്ട്-സാവർട്ട് ലോ പ്രകാരം DB ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 4π DL ക്രോസ് R ക്യാപ് ബൈ R സ്ക്വയർ എന്നുള്ളതാണ്. ഇവിടെ DL ക്രോസ് R നമ്മൾ നേരത്തെ പറഞ്ഞു അവർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ പിന്നെ DL N ക്യാപ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് കറക്റ്റായി. നമുക്ക് വരുന്ന ഇവിടെ സൈൻ കമ്പോണന്റ് ക്യാൻസൽ ആയി പോകും, ചിത്രത്തിൽ കാണുന്ന പോലെ. പിന്നെ കോസ് കമ്പോണന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കിവിടെ തീറ്റ, അതായത് ഫൈ എന്ന് പറയുന്ന ആംഗിളിന്റെ റെപ്രസെന്റേഷനിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കോസ് ഫൈ ഈക്വൽ ടു R ബൈ R, അതേപോലെ R ഈക്വൽ ടു പൈതഗോറസ് തിയറം വെച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ അത് പെരിമീറ്ററാണ് ഇന്റഗ്രേഷൻ വരാം. ഓക്കെ, ഫൈനൽ ആൻസർ വരുന്നത് B ഈക്വൽ ടു μ0 Ni R സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു R സ്ക്വയർ പ്ലസ് Z സ്ക്വയർ ഓൾ റൈസ് ടു 3/2 Z ക്യാപ്പ് എന്നുള്ളതാണ്. അത് n നമ്പർ ഓഫ് ടേൺസ് ഉള്ളപ്പോൾ ഉള്ള ഫൈനൽ ആൻസർ ആണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മുടെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സർക്കിൾ ലൂപ്പിന്റെ സെൻട്രൽ കണ്ടുപിടിക്കാനുള്ളതാണ് ക്വസ്റ്റ്യൻ ഉള്ളത് കേട്ടോ. സെൻട്രൽ ഓഫ് സർക്കിൾ ലൂപ്പ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മൾ സെൻട്രൽ കണ്ടുപിടിക്കേണ്ടി വരാണെങ്കിൽ നമുക്ക് Z എന്ന് പറഞ്ഞ സംഭവം 0 ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ വരാം μ0 Ni ഡിവൈഡ് ബൈ 2R എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരാം സെൻട്രൽ വരുമ്പോൾ, ഈ സർക്കിൾ ലൂപ്പിന്റെ സെൻട്രൽ വരുമ്പോൾ. അത് സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് D carries a steady current I, find the magnetic field B at the center of the loop എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിവിടെ ഒരു സ്ക്വയർ ലൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ക്ലോക്ക് വൈസ് D എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണുള്ളത്. സോ ഈ പറയുന്ന ഫിഗറിൽ കാണുന്ന പോലെയുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മുടെ ഡയഗ്രാം വരയ്ക്കുന്നത്. അതിൽ Z എന്ന് പറയുന്നത് D/2 ആയിരിക്കും.
നമുക്ക് സെന്ററിലത്തെ മാഗ്നെറ്റിക് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആകെ പഠിച്ചിട്ടുള്ളത് നമ്മൾ എന്താണ് ഫൈനൈറ്റ് ലോങ് കണ്ടക്ടറിന്റെ ഒരു ഡിസ്റ്റൻസ് അകലെ സെറ്റ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിന്റെ മാഗ്നെറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചിട്ടുള്ള മ്യൂസിർ ഐ ഡിവൈഡ് ബൈ 4πz sin θ2 minus sin θ1 sin θ2 and sin θ1. അതായത് θ2 and θ1 എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ ആംഗിൾ ആയിരുന്നു. നമ്മൾ കുറെ ഇവിടെ ചെയ്തു പാരലാണ്. നമ്മൾ പറഞ്ഞു ഇൻഫൈനൈറ്റ് ആണെങ്കിൽ π/2 വരുന്നു പറഞ്ഞു. ഇവിടെ നമുക്ക് വരുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ സ്ക്വയറിന്റെ പകുതിയുള്ള ആംഗിൾ ആണ് വരാം. ഓക്കെ, സ്ക്വയറിന്റെ 90 ഡിഗ്രിയാണ് വരാം, അതിന്റെ പകുതിയാണ് വരാം. സോ θ1 -45 ഡിഗ്രിയും θ2 +45 ഡിഗ്രിയും നെഗറ്റീവും പോസിറ്റീവ് എടുക്കുന്നു. സോ ഇത് പിന്നെ സിമ്പിൾ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫൈനലായിട്ട് മാഗ്നെറ്റിക് അറ്റ് സെന്ററിൽ വരുന്നത് എന്ന് പറയുന്നത് മ്യൂസിർ ഐ ഡിവൈഡ് ബൈ 4π into d/2 sin 45 minus sin of -45 എന്നുള്ളതാണ് വരാം. പക്ഷെ അത് നമ്മൾ ഒരു കണ്ടക്ടറാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ മൊത്തം കിട്ടണമെങ്കിൽ 4 വട്ടം into 4 times ചെയ്യണം. സോ അങ്ങനെ ഫൈനൽ ആൻസർ വരെ 2√2 മ്യൂസിർ ഐ ഡിവൈഡ് ബൈ πd എന്നുള്ളതാണ്. കാരണം 4 തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് 1, 2, 3 വരുന്ന ഡെറിവേഷൻസുകളാണ്. ബാക്കി 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ പാർട്ട് 2 ആയിരിക്കും ഉണ്ടാവുക. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാക്കി ഒരു 5 ക്വസ്റ്റ്യൻസും കൂടി ഹയർ ലെവൽ ഈ റിസൾട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബാക്കി ഒരു 5 ക്വസ്റ്റ്യൻസും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എന്റെ നമസ്കാരം. ബൈ.